ദിവ്യരക്ഷകൻ്റെ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലെ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്നേഹം നിറഞ്ഞ അമ്മമാരെ, ഇന്ന് നമ്മൾ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന തിരുവചനം ധ്യാനിക്കുകയാണ്. ഈശോ എന്ന വചനം, അല്ലെങ്കിൽ വചനമാകുന്ന ഈശോ മനുഷ്യനായി ഈ ലോകത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തു എന്നതാണ് ഇതിനർത്ഥം എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ വചനവും നമ്മുടെ ജീവിതവുമായി എന്തു ബന്ധം ആണുള്ളത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആ ചിന്തയ്ക്കായി ഞാനെടുത്ത വചനം ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 26-28 തിരുവാക്യങ്ങളാണ്. ദൈവം അവിടെ പറയുന്നു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അങ്ങനെ ദൈവം സൃഷ്ടിക്കുകയും അതിനുശേഷം ഇങ്ങനെ പറഞ്ഞ് അനുഗ്രഹിച്ചു വിടുകയും ചെയ്തു: നിങ്ങൾ ഭൂമിയിൽ നിറഞ്ഞ് ഭൂമിയെ കീഴടക്കുവിൻ. ഇനി യേശുവാകുന്ന ദൈവത്തിൻ്റെ വചനം ഈ ഭൂമിയിൽ ജനിച്ച ദിനം ആണ് ക്രിസ്മസ്. അങ്ങനെയെങ്കിൽ പിതാവായ ദൈവം ദൈവത്തിൻ്റെ തന്നെ ഛായയിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച് ആ മനുഷ്യരോട് പറയുകയാണ്, നിങ്ങളും മനുഷ്യരെ സൃഷ്ടിച്ച് ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ എന്ന്. പ്രിയപ്പെട്ട അമ്മമാരെ, ഇവിടെയാണ് നിങ്ങളുടെ വലിപ്പം നിങ്ങൾ അറിയേണ്ടത്. അതായത്, ജന്മം കൊടുക്കുക, സൃഷ്ടിക്കുക എന്ന ദൈവത്തിൻ്റെ കർമ്മത്തിൽ പങ്കുകാരായി ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമുള്ള കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുവാൻ നിങ്ങളെയല്ലേ ദൈവം തിരഞ്ഞെടുത്തത്? അതിനുവേണ്ടിയല്ലേ നിങ്ങളെ കുടുംബജീവിതത്തിലേക്ക് കർത്താവ് സ്വീകരിച്ചത്? ഈ ബോധ്യവും അറിവും മാതാപിതാക്കൾക്കുണ്ടോ? നിങ്ങളുടെ കയ്യിൽ ദൈവം തന്ന കുഞ്ഞുങ്ങളെല്ലാം സത്യത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പിതാവായ ദൈവം പറഞ്ഞ തിരുവചനത്തിൻ്റെ മനുഷ്യരൂപങ്ങളല്ലേ? അപ്പോഴല്ലേ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന വചനം ഇന്നും അന്വർത്ഥമാവുകയുള്ളൂ. ആ തിരുവചനം ഇന്നും തുടർന്നുകൊണ്ടു പോകുവാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട അമ്മമാരെ, ഈ ഒരു വചനം നിങ്ങൾ നന്നായി ഇരുന്ന് ചിന്തിക്കണം, ധ്യാനിക്കണം. അതിനുശേഷം കുഞ്ഞുങ്ങളെ ജനിപ്പിക്കണം. ജനിപ്പിച്ച കുഞ്ഞുങ്ങളെ നന്നായി വളർത്തണം. ഈ ഒരു ബോധ്യം കിട്ടിയാൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നതും വളർത്തുന്നതും എല്ലാം ഒരു ദൈവീക പദ്ധതിയുടെ ഭാഗമായി തീരും. അതൊരു ദൈവീക കർമ്മമായി തീരും. ദൈവത്തിൻ്റെ ഹിതാനുസരണം പ്രവർത്തിക്കുന്ന മാതാപിതാക്കളായി നിങ്ങൾ മാറും. അവിടെ ദൈവം ജനിക്കുന്ന കുടുംബമായി മാറും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും പ്രത്യേകമായി നിങ്ങളുടെ മക്കളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്നേഹപൂർവ്വം, ജോണച്ചൻ, പുൽക്കൂട്ടിലേക്ക്.